ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ രേണു ചേച്ചി തന്നെയാണ് ഇന്നത്തെ വിഷയവും. നമ്മുടെ രേണു ചേച്ചിയുടെ PR വർക്ക് നമ്മളേവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഷോയിലെ PR വർക്ക് കൊണ്ട് എല്ലാവരെയും പിന്നിട്ടുകൊണ്ട് രേണു ചേച്ചി തന്നെയാണ് മുന്നിലുള്ളത്. അപ്പൊ 2 ദിവസമായി നമുക്ക് ഇൻസ്റ്റ ആയാലും നമുക്ക് യൂട്യൂബ് ആയാലും ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് നടക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താന്നാല് ഇത്രയും പണിയെടുക്കുക, രേണു ഇത്രയും ബുദ്ധിപരമായി കളിക്കിയത്. നമ്മളൊരു കാര്യം ചെയ്യണേക്കാട്ടി മുന്നേ നമ്മള് കുറച്ച് വർക്കൗട്ട് ചെയ്യും നമ്മള്. അതേപോലത്തെ പരിപാടിയാണ്. എന്താ ബിഗ് ബോസ് പോണേക്കാട്ടി മുമ്പ് അതിന് മുമ്പ് രേണു ഒരുപാട് പണി ഇതിലെടുത്തിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എന്താ വെച്ചാല് നമ്മള് ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പിന് ആള് വേണം, വെളിയിൽ നിന്ന് പണിയെടുക്കാൻ ആള് വേണം. ഇപ്പൊ നല്ല എന്താണ് ഇൻസ്റ്റയിൽ എത്രയോ പേജുകള് രേണു ആർമി അങ്ങനെ ഒരുപാട് പേജ്. ആ പേജിൽ മൊത്തം രേണുവിനെ കുറിച്ചുള്ള പുകഴ്ത്തിങ്ങാണ്ടും രേണു ചെയ്ത കാര്യങ്ങളും എല്ലാവരും രേണുവിനെ താഴ്ത്തുന്ന ആൾക്കാരെ ഭയങ്കരമായി നെഗറ്റീവ് ആക്കാനുള്ള രീതിയിലുള്ള വീഡിയോസും ഒക്കെ തന്നെയാണ്. അത് മാത്രമല്ല, പണ്ടത്തെ ഇന്റർവ്യൂവിൽ എടുത്തിട്ട് ചില കട്ടിങ്സ് അതൊക്കെ ഇറക്കിങ്ങാണ്ട് ഫുള്ള് സെന്റിമെന്റലാ. അതാണ് ഇപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ വന്നത്. ഇപ്പൊ 2 ദിവസം മുന്നേ ഇപ്പൊ ഒരു വീഡിയോ ഉണ്ടായി, സെപ്റ്റിക് ടാങ്ക്. ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. 20 കണ്ടസ്റ്റൻസ് പുറത്തുള്ള ഒരു സംഘടനയുടെ, ഒരു ഫെമിന്റെയോ, ഒരു സൊസൈറ്റിയുടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ അട്ടിപ്പവകാശം കൊണ്ടിട്ട് വന്നേക്കണല്ല. സ്ത്രീകളുടെ അട്ടിപ്പവകാശം രേണുവിനില്ല. രേണുവിന്റെ കാര്യം നോക്കി കളിക്കാം. രേണുവിന്റെ കാര്യം നോക്കി കളിക്കാം. അല്ലാതെ കേരളത്തിലെ സ്ത്രീകളുടെ വിധവകളുടെ അട്ടിപ്പവകാശം രേണുവിനില്ല. മനസ്സിലായ? നിനക്കല്ല, നീ ആ കാർഡ് ഇറക്കല്ലേ. ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ, ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ, ഇവിടെ കളിച്ചിട്ട് പൊക്കോ, ഇവിടെ കളിച്ചിട്ട് പൊക്കോ, ഇവിടെ കളിച്ചിട്ട് പൊക്കോ. അല്ലാതെ അട്ടിപ്പവകാശം കണ്ട. മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പറയും. എന്താ ചെവിതല കേൾക്കില്ല, ചെവിതല കേൾക്കില്ല. അങ്ങനത്തെ സൗണ്ടാണ്. നമുക്ക് മനസ്സിലാവില്ല. എന്താന്നാല് കേരളത്തെ സ്ത്രീകളുടെ ഒരു സ്ത്രീകളെ പ്രതിനിധീകരിച്ച്, വിധവകളെ പ്രതിനിധീകരിച്ച് ഒരുപാട് വിധവകളുടെ അല്ലെങ്കിൽ അച്ഛൻ മരിച്ച ഭാര്യമാര് സ്വന്തം മക്കളെ വളർത്തണ്ടല്ലോ, അവർക്ക് വേണ്ടി. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണോ സുധിച്ചേട്ടൻ മരിച്ചത് കൊണ്ടാണോ രേണുവിന് ഇതിലേക്ക് എടുത്തതെന്നാണ് ഇപ്പൊ അടുത്ത ചോദ്യം. പലരുടെ സംശയം അതായി പോയി. കാരണം പറഞ്ഞു വെക്കാണ് രേണു എടുക്കാൻ കാരണം രേണു നമ്മളെ ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ സംസാരിച്ച പോലത്തെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഇതെന്നാല് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി. ആ വീടിന്റെ പേരില് വീട് പൊളിഞ്ഞു വീഴാനായി എന്ന് പറഞ്ഞിട്ട് വിവാദങ്ങള്, അങ്ങനെ പല പല വിവാദങ്ങൾ, ഫോട്ടോഷൂട്ട്, അങ്ങനെ പല പല വിവാദങ്ങൾ വെച്ചിട്ടാണ് വൈറലായത്. അങ്ങനെയാണ് ആള് ബിഗ് ബോസിൽ എത്തിയത്. അല്ലാതെ മറ്റുള്ളവരെ പോലെ എന്താ സിനിമയിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ ഒന്നല്ല. ഇതിൽ ആരും ഇപ്പൊ നല്ല കാര്യം ചെയ്ത് വന്ന ആൾക്കാരൊന്നും ഇല്ല. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹിറ്റായ ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും വലിയ നോബൽ പ്രൈസോ വലിയ കവികളോ ഒന്നല്ല ഇതിൽ വന്നിരിക്കുന്നത്. നമ്മളിത് പറയുന്നത് ഇത് നല്ല പാണി വെളിയിൽ നല്ല നടക്കുന്നുണ്ട്. ഇത് രേണുസുദിനെ ബിഗ് ബോസിൽ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പാണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല പോലെ നടക്കുന്നുണ്ട്. അത് ഇത് കണ്ടാലേ മനസ്സിലാവും. എന്താ പറഞ്ഞാല് രേണുവിന് പുകഴ്ത്തിങ്ങാണ്ടുള്ളത്. ഇത് വന്ന് രേണുവിനെ അറിയാം ഇതെങ്ങനെ കളിക്കേണ്ടതെന്ന്. ഇത് വന്നാല് ഈ അമ്മമാരെ, സ്ത്രീകളെ മാത്രം കാണുന്ന ആൾക്കാരെ പ്രൊവോക്ക് ചെയ്താലേ കാര്യമുള്ളൂ. രേണുവിന് മനസ്സിലായി. എന്ത് വന്നാല് ആദ്യം ഇതാകണം എന്താ അമ്മമാര് ആദ്യം വെച്ച് വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ ഭാര്യമാര് എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട്, മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്നു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രേണുവിന്റെ ചാനലിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെയും ഇതിനെ കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് രേണു ഇതേപോലെ സംസാരിക്കാൻ തുടങ്ങിയത്. ഇതേപോലെ ഒരു പോസ്റ്റ് പോലും ഏതെങ്കിലും FBയിലോ ഫേസ്ബുക്കിലോ എവിടെയായാലും ഒരു പോസ്റ്റ് പോലും ഇതേപോലത്തെ ഇട്ടിട്ടില്ല. ഇത് എന്ന് പറയുന്ന ആളുടെ ലേബലിലാണ് വന്നതെന്ന് പറയുന്നത് പോലും ഇപ്പൊ രേണുവിന് ഇഷ്ടമല്ലായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പൊ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ എല്ലാ കാർഡുകളും വേണം ആൾക്ക്. ഇതിപ്പോ മോഹൻലാൽ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടുണ്ട് ഇത് പല കാർഡുകളും നടക്കില്ല. അതിലും വലിയ കാർഡൊക്കെ രേണു എടുക്കുന്നത്. രേണുവിന് മനസ്സിലായിട്ടുണ്ട് അമ്മമാര് സ്ത്രീകളെ പിടിച്ചാലേ കാര്യമുള്ളൂ, പിടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതല്ല. സ്ത്രീകൾക്ക് മനസ്സിൽ കുറവാണ്. രേണു ഞങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്ത് സംസാരിച്ചു? ഒന്നും സംസാരിച്ചു എന്ന് കരുതി നമ്മൾ ആ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞതൊന്നും ന്യായീകരിക്കാൻ സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല കേട്ടോ. സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുമ്പോ ആദ്യം അവളത് നല്ല കൂളായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. മനസ്സിലായി എന്താ പ്രേക്ഷകരുടെ പൾസ് ചെയ്ത് കാണുകളെ വ്യൂവേഴ്സിന്റെ പൾസ് മനസ്സിലായപ്പോ
ആള് മെല്ലെ അടവാണ്ട് മാറ്റിങ്ങാണ്ട് ഇത് പെണ്ണുങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ്. സ്ത്രീത്വത്തെ വിധവകളെ അപമാനിക്കുന്നു എന്തൊക്കെയാണ് കുറച്ച് കൂടുതൽ. പിന്നെ കുറച്ച് അഭിനയം, പിന്നെ ഫുൾ അഭിനയം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വീഡിയോന്റെ റിലീസായി കഴിഞ്ഞാൽ പിന്നെ ഇതിലത്തെ ഷോട്ടുകൾ എടുത്തങ്ങട്ട് ആൾക്കാരെ കൊണ്ട് ഒരു സ്വൈര്യം ഇല്ല എന്ന് വേണം പറയാന്. എന്ത് അപമാനിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു, രേണു സുധീനെ മോശമായി ചിത്രീകരിച്ചു. ഇങ്ങനെ ചെയ്തുകൊണ്ട് അക്ബറിനെ അങ്ങനെ ചെയ്യണം, അതായത് അക്ബറിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളാരും അയാളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പല കാർഡുകൾ ഇറക്കി ഡ്രാമ കളിച്ചാല് രേണുവിനെ ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, ഈ PR വർക്കേഴ്സ് അല്ലാതെ. പക്ഷെ എന്നാലും ഇതിൽ വീണ് പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാ കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കുറെ അമ്മമാരും വീട്ടിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, TV മാത്രം കണ്ടിരിക്കുന്ന, അവരെയൊക്കെ പറ്റിക്കാൻ പറ്റും എന്തായാലും. പക്ഷെ എന്നാലും ഞാനത് ആദ്യം രേണുവിനെ ഒരുപാട് കുറ്റം പറഞ്ഞ ആളാ. പക്ഷെ ഇങ്ങനത്തെ പണി നടത്തിയിട്ടുണ്ടെങ്കിൽ രേണു അതെ, എലിമിനേഷനിൽ, അതായത് ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ തന്നെ വീട്ടിലിരുന്നിട്ട് ഞാൻ ഫസ്റ്റ് എലിമിനേഷനിൽ എത്തി, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇറക്കണമെങ്കിൽ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഈ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ എലിമിനേഷന് വേണ്ടിയിട്ട്. അതാണ് ഞാൻ ആദ്യേ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. രേണു നല്ല പണിയെടുത്തിട്ടുണ്ട്. ആരും നല്ലപോലെ എങ്ങനെയാണ് ഈ പരിപാടി, ബിഗ് ബോസ് എന്താണ്, ബിഗ് ബോസിൽ എങ്ങനെ പോയി എന്താണ്, എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ആരും നല്ലപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലത്തെ പ്ലാനിങ് എന്ത് പോണിങ്ങാട് ഇങ്ങനെ ചെയ്യണം, അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്താൽ. ബിഗ് ബോസ് കാണാറേ ഇല്ല, എനിക്ക് ആ ഷോയെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അത് മനസ്സിലായി. എന്തുവന്നാല് നമ്മൾ മനസ്സിലാക്കിയേ പോണം. എന്തെന്നാല് ഇത് നമ്മളെ പറ്റിക്കാണ്. ഇതൊന്നും അവിടെ ചെന്നുങ്ങാണ്ട് പറ്റിക്കുക അതൊക്കെ പറഞ്ഞ് ഇതൊന്നും അല്ലെങ്കിൽ രേണു ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കെതിരെ സംസാരിക്കണം. ഇതിനു മുന്നേ ഏത് അമ്മമാർക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള കടന്നുകയറ്റം അങ്ങനെ എന്തെങ്കിലും സംസാരിക്കും. എത്രയോ കാര്യങ്ങളുണ്ട്. ഈ സിനിമാ ലോകത്തിന് എത്രയോ സ്ത്രീകൾക്കെതിരെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സ്വന്തം കാര്യത്തിൽ പോലും ആൾക്കാർ ഭയങ്കര ട്രോൾ ചെയ്തപ്പോൾ ഞാൻ അതെല്ലാം ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു പോയ ആളാണ്. ഒന്നിലും ഒരു കാര്യത്തിൽ രേണു ഇടപെട്ടിട്ടില്ല. അങ്ങനത്തെ രേണുവാണ് ഇവിടെ പോയിട്ടിങ്ങാണ്ട് ഞാൻ അമ്മമാർക്ക് വേണ്ടിയാണ് വന്നത്, അവർക്ക് വേണ്ടിയാണ് നിങ്ങളെയാണ് പറയുന്നത് രേണുവിനെയല്ല ചീത്ത വിളിക്കുന്നത്, ഈ രേണുവിനെ അല്ല ചീത്ത വിളിക്കുന്നത്, ഈ കേരളത്തിലെ അമ്മമാരെയാണ് വിളിച്ചത്. അപ്പൊ അത് നിങ്ങൾ പ്രതികരിക്കണം. വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ഒരു തരക്കേടാണ്. അതൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് ഹൗസ് മേറ്റ്സ് തന്നെ പറയുന്നുണ്ട്. അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പരിപാടി ഈ വട്ട വന്നത് എന്തുവന്നാല് അലമ്പ് എന്ന് വെച്ചാൽ അലമ്പ് ഒരു തരത്തിലും ഒരു നല്ല കാര്യങ്ങളും നടക്കുന്നില്ല. അത് ഈ അലമ്പ് ഉണ്ടാകുമ്പോ കുറച്ച് ആൾക്കാർ താങ്ങാനും കുറച്ച് ആൾക്കാർ ചൊറിയാൻ വേണ്ടി മാത്രം വന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. ഒരു പണിയില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും ഒന്നിലും എൻഗേജ് ആവാത്താലോ ഒരു കാര്യങ്ങളും ചെയ്യാത്ത കുറച്ച് പേര്, വെറുതെ എന്തെങ്കിലും വഷളത്തരം കാണിച്ച് നടക്കാം എന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് പേരെ തന്നെയാണ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം രേണുവിനെ കുറിച്ച് പറയാൻ വന്ന ഈ കാര്യം ഇത് വന്നാല് അത് എല്ലാവരും മനസ്സിലാക്കി പോണം. എന്താ വെച്ചാല് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ അമ്മമാരും വിധവകളെയും എല്ലാവരും ഇതിൽ പിടിച്ചിടുന്നത്. എല്ലാം അവരോട് സ്നേഹം ഉണ്ടായിട്ടല്ല. എന്തുകൊണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്, ഇത് ഭർത്താവ് മരിച്ച ആൾക്കാരും എല്ലാം ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നല്ല പോലെ ജോലിക്ക് പോയി സ്വന്തം മക്കളെ പോറ്റുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇതേപോലെ വന്ന ആരും ഉണ്ടാവില്ല. ഇത് വന്നിട്ട് ഇതും ഇപ്പോഴും സുധിച്ചേട്ടന്റെ ലാബിൽ മാത്രമാണ് ഈ രേണു സുധിച്ചേട്ടനെ പറയരുത് എന്ന് പറഞ്ഞിട്ട്. അതായത് സുധിച്ചേട്ടൻ ആരാണ്, സുധി ആരാണെന്നാണ് അനീഷ് ചോദിക്കുന്നുള്ളൂ അവിടെ. പക്ഷെ ആൾക്കാർ കയറ്റിപ്പിടിച്ച് സുധീനെ പറയരുത്, സുധീനെ കുറിച്ച് സംസാരിക്കരുത്. അപ്പൊ എന്താ അപ്പൊ രേണു പൊങ്ങി സപ്പോർട്ട് ചെയ്യാൻ ആളായി. സുധിച്ചേട്ടനെ കുറിച്ച് പറയാൻ പാടില്ല. അതാരാണെന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അതെന്റെ ഹസ്ബൻഡ് ആണ് എന്ന് പറഞ്ഞു. നടനായിരുന്നു, നല്ല കോമഡിയനാണ്. എല്ലാം നമ്മൾ മനസ്സിലാക്കുക, എല്ലാം നമ്മൾ ശരിയാക്കും. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ആരും കുറ്റം പറയാനല്ല. പക്ഷെ എന്താ ഇത് മനസ്സിലാവില്ല രേണുവിന്. ഇത് നമ്മൾ മനസ്സിലാക്കി പോകണം ഈ കാര്യം. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് രേണുവിന് സ്വന്തം താല്പര്യങ്ങൾ, അവൾക്ക് ബിഗ് ബോസിൽ കുറച്ച് വോട്ട് വേണം, സേഫ് ആവണം, സേഫായി കളിക്കണം. അതിനു വേണ്ടി നമ്മളെ പ്രേക്ഷകരുടെ സ്ത്രീകളുടെ വോട്ട് കിട്ടിയാലേ തനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന്, അല്ലെങ്കിൽ സേഫായി നിൽക്കാൻ പറ്റുള്ളൂ മനസ്സിലായിക്കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്. അതാണ് നമുക്ക് പ്രേക്ഷകരോട്, നമ്മളെ വ്യൂവേഴ്സിനോട് നമുക്ക് ഈ കാര്യം പറയാനുള്ളത്. എന്തായാലും ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖമാണ് രേണുസുധിക്ക് എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ കാണുന്ന, സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് അറിയാം. അതിന്റെ മറ്റൊരു വേർഷനാണ് ബിഗ് ബോസിൽ കാണിക്കുന്നതെന്ന് മാത്രം. എന്തായാലും
നല്ല രീതിയിൽ കളിച്ച് ജയിക്കട്ടെ. ഇല്ല ഇതേപോലുള്ള ഫേക്ക് ആയിട്ടുള്ള മുഖങ്ങളുമായിട്ടാണ് ഇനിയും വരാനിരിക്കുന്നതെങ്കിൽ ഒരു തരത്തിലുള്ള സപ്പോർട്ടും PR വർക്കേഴ്സിന്റെ അടുത്ത് നിന്ന് അല്ലാതെ നമ്മുടെ അടുത്തുനിന്ന് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഇതുപോലുള്ള കൺകെട്ട് വിദ്യകളൊക്കെ ഇനിയും ഉണ്ടാവും. കണ്ട് വിശ്വസിക്കാതിരിക്കുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.